സിറോ മലബാർ സഭ ഏകീകൃത കുർബാന വിവാദത്തിൽ വിട്ടുവീഴ്ച വരുത്താതെ സഭാ സിനഡ് ഏകീകൃത കുർബാനയിൽ അർപ്പിക്കണം എന്ന തീരുമാനത്തിൽ മാറ്റമില്ല. മാർപ്പാപ്പ അംഗീകരിച്ച തീരുമാനങ്ങളിൽ പുനരാലോചന നടത്തുക സാധ്യമല്ലെന്നും ആരാധനാക്രമങ്ങളിലെ തർക്കങ്ങൾ തെരുവ് യുദ്ധമായി മാറുന്നത് ദുഃഖകരമെന്നും സഭാ സിനഡ്. സഹിൻ ആന്റണിയുടെ വിശദാംശങ്ങളുമായി. സഹിനി, കുർബാന തർക്കം വേറൊരു തലത്തിലേക്കൊക്കെ കടക്കുന്നത് ആ ഒരു ഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. എന്തൊക്കെയാണ് ഈ സിനഡിലുള്ളത്? ഇന്നലെയാണ് സിനഡ് അവസാനിച്ചത്. ആ സിനഡിൽ ഏകീകൃത കുർബാനയിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്നുള്ളൊരു നിലപാടാണ് സഭാ സിനഡ് സ്വീകരിച്ചിരിക്കുന്നത്. ഏകീകൃത കുർബാന അർപ്പിക്കണമെന്ന തീരുമാനത്തിൽ മാറ്റമില്ലെന്നാണ് സീറോ മലബാർ സഭ മുന്നറിയിപ്പ് നൽകുന്നത്. മാത്രമല്ല, മാർപ്പാപ്പ അംഗീകരിച്ച തീരുമാനങ്ങളിൽ പുനരാലോചന നടത്തുക സാധ്യമല്ലെന്നും സഭാ സിനഡ് പത്രക്കുറിപ്പിലൂടെ ചൂണ്ടിക്കാണിക്കുന്നു. കൂടാതെ ആരാധനാക്രമ വിഷയങ്ങൾ തെരുവ് യുദ്ധങ്ങളായി മാറുന്നത് ദുഃഖകരമാകുന്നു. ഇത്തരത്തിൽ സഭാ സിനഡാനന്തര സർക്കുലറിൽ വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും വിശ്വാസികൾക്കായി ഈ സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പുറത്തിറക്കിയ സഭാ സിനഡ് സർക്കുലറിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. ഏകീകൃത കുർബാനയുമായി മുന്നോട്ട് പോകുക അല്ലാതെ ജനാഭിമുഖ കുർബാനയിൽ ഉറച്ചു നിൽക്കുക സാധ്യമല്ല എന്നുള്ളൊരു സൂചന അല്ലെങ്കിൽ ആ ഒരു മുന്നറിയിപ്പാണ് വിശ്വാസികൾക്ക് സഭാ സിനഡ് നൽകുന്നത്. ആതിര. ശരി, സഹിൻ ആന്റണിയാണ് വിശദാംശങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്.